എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഒന്ന് കുറിച്ചിടുക. ഈ നക്ഷത്ര ജാതകർക്ക് സെപ്റ്റംബർ മാസം ഒരു നല്ല കാര്യമല്ല, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കുകയാണ്. സകല ദോഷങ്ങൾക്കും ശമനം കണ്ടു തുടങ്ങുന്ന കാലഘട്ടം എന്ന നിലയ്ക്ക് ഇവരുടെ ജീവിതത്തിൽ വരാൻ ഇരിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവരുടെ ജീവിതത്തിൽ സകല ദോഷത്തിനും അവസാനം കുറിക്കുന്ന ഘട്ടം എന്ന നിലയിൽ കൂടുതൽ ശ്രദ്ധ ഓരോ കാര്യങ്ങളിലും പുലർത്തേണ്ട ദിവസങ്ങളാണ്. എങ്കിലും ഭയപ്പെടേണ്ടതില്ല, വരുന്നത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. വിശ്വാസവഞ്ചനകളിൽ അകപ്പെടാതെ രക്ഷപ്പെടാൻ സാധിക്കും. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ നല്ല മുന്നൊരുക്കം നടത്താൻ സാധിക്കും. മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരുമൊക്കെയായിട്ടുള്ള ബന്ധങ്ങൾ ഊഷ്മളമായിട്ട് നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. പുതിയ ഗൃഹനിർമ്മാണത്തിന് നേരിയ തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിലും അത് പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും. വാഹനങ്ങളിൽ നിന്ന് ഉള്ള അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ കഠിനാധ്വാനത്തിനുള്ള ഫലം ലഭ്യമാകുന്നതിൻ്റെ ആദ്യ ചലനങ്ങൾ ദൃശ്യമാകും. കലാകായിക സാഹിത്യ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരുന്നതിൻ്റെ തുടക്കവും ഉണ്ടാകുന്നതാണ്. ശാസ്ത്രമേഖലയിൽ ഉള്ളവർക്ക് മനസ്സംതൃപ്തി വർദ്ധിക്കുകയും ചെയ്യും. ദോഷപരിഹാരങ്ങൾക്ക് വ്യാഴാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക. ഭാഗവതം, നാരായണീയം, വിഷ്ണു സഹസ്രനാമം ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിത്യേന പാരായണം ചെയ്യാനും ശ്രദ്ധിക്കണം. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവരെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്ന തലയിലും ശരീരത്തിൽ മുഴുവനായും മാനസികമായും അനുഭവപ്പെടുന്ന വേദനകൾക്കൊരു ശമനം വരുന്നതാണ്. രോഗികൾക്ക് യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ചികിത്സ ലഭിക്കുകയും രോഗമുക്തിക്കും സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് സമൃദ്ധിയും യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങളും മാറിക്കിട്ടും. വൈവാഹിക ബന്ധങ്ങൾ, ദാമ്പത്യം എന്നിവ കെട്ടുറപ്പോടെ നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടതാണ്. വ്യവസായികൾക്കും കച്ചവടക്കാർക്കും അപ്രതീക്ഷിത സാമ്പത്തിക ലാഭങ്ങൾ വന്നു ചേരും. പുതിയ ഗൃഹനിർമ്മാണത്തിനും ആലോചിക്കാവുന്നതാണ്. കാലങ്ങളായി കർമ്മതടസ്സം നേരിട്ടവർക്ക് തൊഴിൽ ലഭ്യത ഉണ്ടാകും. സ്ഥാനക്കയറ്റങ്ങൾക്കും ശ്രമിക്കാവുന്നതാണ്. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ നടത്തും. ശരീരത്തിൽ രോഗഭീതി വരുമെങ്കിലും സുഖപ്പെടും. അതുപോലെ തന്നെ സന്ധികളിൽ വേദന സമയത്തിൻ്റെ പ്രശ്നം മാത്രമാണെന്ന് മനസ്സിലാക്കുന്നതും നല്ലതാണ്. ഇവർ ദോഷപരിഹാരമായിട്ട് ഗുരുവാരവ്രതം, ശനിയാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിച്ച് യഥാക്രമം വിഷ്ണു ഭജനം, ശനീശ്വര ഭജനം എന്നിവ ചെയ്യുക. ശനിയാഴ്ചകളിൽ ഗൃഹത്തിൽ ഒരു എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കണം. ഇനി മിഥുനക്കൂറിൽ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പൊതുവെ നല്ല സമയമാണ്. എല്ലാ പ്രതിസന്ധികൾക്കും അയവുകൾ പ്രതീക്ഷിക്കാം. കുഞ്ഞുങ്ങളിൽ അസുഖങ്ങൾ സുഖപ്പെടാനും വിദ്യാർത്ഥികളിൽ പഠന മികവിനും സാധ്യത കാണുന്നുണ്ട്. വാഹനങ്ങളിൽ നിന്നുള്ള ചെറിയ അപകടങ്ങളെ അതിജീവിക്കും. ചെറിയ മക്കളിൽ നാവേറുകളും നീർദോഷം പോലുള്ള പ്രശ്നങ്ങളും കാരണം സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുകയില്ല.
നേരിയ കാരണങ്ങൾ കൊണ്ട് വളരെ വലിയ ലാഭങ്ങൾ നഷ്ടപ്പെട്ടു പോയവർക്ക് അത് തിരികെ പിടിക്കുന്നതിനുള്ള സമയം കൂടിയാണ്. ധനപരമായിട്ടും വസ്തുവകകൾ ഹേതുകവുമായിട്ടുള്ള നിയമ പോരാട്ടങ്ങളിൽ വിജയം വന്നു ചേരും. വിദ്യാർത്ഥികളിലെ തടസ്സങ്ങൾ പരിഹരിക്കപ്പെടും. വലിയ ബന്ധങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ കൂടുതൽ അവസരങ്ങൾക്കായിട്ട് കാത്തു നിൽക്കാതെ കർമ്മനിരതരായി ലഭ്യമായ തൊഴിലുകൾ നല്ലതുപോലെ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും മനസ്സിൽ ആഗ്രഹിച്ചതായ കർമ്മത്തിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഈ കാലഘട്ടത്തിൽ നല്ലത്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക. വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക്, തുളസിമാല, പായസം എന്നിവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കർക്കിടകക്കൂറിൽ പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഈ കൂറുകാർക്ക് എല്ലാ ദോഷങ്ങളും മാറുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം നിലനിർത്താനായിട്ട് നാമജപങ്ങളിലൂടെ വലിയ സമയദോഷത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. വ്യാഴ ആനുകൂല്യം ഉള്ളതുകൊണ്ട് നല്ല കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകളും ഇവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. രോഗദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സൗഹൃദങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എന്നിവിടങ്ങളിൽ ശൈഥില്യം വരാതിരിക്കാൻ വേണ്ടതായ മുൻകരുതലുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് കഫജന്യമായ അസുഖങ്ങൾക്ക് സാധ്യത ഏറെയാണ്. എങ്കിലും ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല. വിദേശത്ത് തൊഴിലെടുക്കുന്നവരും വ്യാപാരങ്ങൾ നടത്തുന്നവരും മുൻപ് സംഭവിച്ചതായ നഷ്ടങ്ങളിൽ നിന്നും പതുക്കെയാണെങ്കിലും കരകയറുവാൻ തുടങ്ങും. തൊഴിൽ അന്വേഷകർക്കും അഭ്യസ്ത വിദ്യർക്കും ശുഭകാര്യങ്ങൾ സംഭവിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ഗൃഹത്തിൽ എള്ളുതിരി കത്തിക്കുക. ഇനി ചിങ്ങക്കൂറിൽ മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. കർമ്മസംബന്ധമായ ഉയർച്ചകൾ, പാരിതോഷികങ്ങൾ എന്നിവ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകും. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. രേഖാപരമായ കാര്യങ്ങൾ, ബാങ്ക് ഇടപാടുകൾ എന്നിവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. പ്രിയപ്പെട്ടവരെ കാണുവാനും സന്തോഷം പങ്കുവെക്കുവാനും അവസരം ലഭിക്കും. നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കും. യാത്രകൾ ശുഭവും ഫലപ്രദവും ആകും. കർഷകർക്കും കലാകാരന്മാർക്കും പൊതുവെ മെച്ചപ്പെട്ട ഫലങ്ങൾ ഉണ്ടാകും. മുടങ്ങി നിൽക്കുന്ന വിദേശ യാത്രകൾ, തടസ്സങ്ങൾ നീങ്ങി നല്ല രീതിയിൽ ശുഭമായിട്ട് നടക്കും. കാലുകൾക്കും ഉദരത്തിനും ചെറിയ അസുഖങ്ങളും വേദനയും അനുഭവപ്പെടുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. ആയുധങ്ങൾ, മറ്റ് ഇരുമ്പ് കൊണ്ടുള്ള വസ്തുക്കൾ, യന്ത്രങ്ങൾ എന്നിവയിൽ നിന്നൊക്കെയുള്ള അപകടങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. പുതിയ ഗൃഹങ്ങൾ നിർമ്മിക്കാനോ വാങ്ങുവാനോ പറ്റിയ സമയമാണ്. ധനവിനിയോഗം കാര്യക്ഷമവും ശ്രദ്ധാപൂർവവും ആക്കുക. പ്രണയിക്കുന്നവർക്ക് ഇഷ്ടപ്രാപ്തിക്കും സാധ്യതയുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വ്യാഴാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക. ഭാഗവതം, നാരായണീയം, വിഷ്ണു സഹസ്രനാമം ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിത്യേന പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി കന്നിക്കൂറിൽ ഉത്രം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. പൊതുവെ ഈശ്വരാധീനം ഉള്ള സമയമാണെങ്കിലും കാര്യങ്ങൾ എല്ലാം വളരെ വേഗത്തിൽ നടക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് നല്ലതാണ്. മത്സര പരീക്ഷകളിലും തൊഴിൽ അന്വേഷണങ്ങളിലും മനസ്സംതൃപ്തി വർദ്ധിക്കും. സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുവാനും നഷ്ടപ്പെട്ടവ തിരികെ വരുന്നതിനും ഉള്ള വഴികൾ തുറക്കുന്നത് കാണുവാൻ ഈ ദിവസങ്ങളിൽ സാധിക്കും. കുഞ്ഞുങ്ങളിൽ രോഗങ്ങളും മറ്റ് ശാരീരികവും മാനസികവുമായ വൈഷമ്യങ്ങൾ ധാരാളമായിട്ടുണ്ടാകുമെങ്കിലും ഇതെല്ലാം മാറിക്കിട്ടും. ഇതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ടതില്ല. വാഹനങ്ങൾ, നാൽക്കാലികൾ എന്നിവയെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട സമയം തന്നെയാണ്. ഈ സമയത്ത് അത്യാപത്തുകൾ ഉള്ള സമയമല്ല. ചില പുതിയ ചിന്തകൾക്കും തുടക്കങ്ങൾക്കും സാധ്യതയുണ്ട്. കൃഷിക്കാർക്കും സാമ്പത്തികമായിട്ട് ഏറ്റവും പുഷ്ടി പ്രാപിക്കുന്ന സമയമാണ്. ആരോഗ്യ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം.
ഭൂമി സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങളിൽ വിജയസാധ്യതകളും കൂടുതലാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് നിത്യേന നാമജപം നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.